നമ്മുടെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വമെടുക്കട്ടെ. നമുക്കിന്ന് ആദ്യമേ തന്നെ ഒരു തിരുവചനം വായിക്കാം. ഗലാത്യക്കാർക്കത് ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ വചനം മേരി ഒന്ന് വായിക്കോ. ഗലേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 15 വായിക്കേ. 6:15. പരിച്ഛേദനയല്ല അഗ്രധർമ്മവുമല്ല, പുതിയ സൃഷ്ടിയത്രേ കാര്യം. ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഇസ്രായേലിന് സമാധാനവും കരുണയും സന്തോഷമൊക്കെ ഉണ്ടാകട്ടെ. അപ്പോൾ പരിച്ഛേദനവും ഏറ്റവും നല്ല, അല്ലെങ്കിൽ അഗ്രചർമ്മിയാണോ എന്നുള്ളതല്ല. ഇത് രണ്ടുമല്ല പ്രധാനം. പരിച്ഛേദനമുണ്ടോ ഇല്ലയോ, സർക്കംസൈസ്ഡ് ആണോ അൺസർക്കംസൈസ്ഡ് ആണോ, ഇങ്ങനെയുള്ള വാദഗതികളും പാരമ്പര്യ ചിന്തകളൊന്നുമല്ല നമുക്ക് വേണ്ടത്. ഒരുവൻ എന്ത് വേണം? ഒരു പുതിയ സൃഷ്ടിയാകുക. യു വിൽ ബി ന്യൂ ക്രിയേഷൻ, അല്ലെങ്കിൽ യു മസ്റ്റ് ബി ന്യൂ ക്രിയേഷൻ. നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയാകണം. ഒരുവൻ യേശുക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവണം. അവൻ അഗ്രചർമ്മിയാണോ, പരിച്ഛേദനം സ്വീകരിച്ചിട്ടുണ്ടോ? ഇത് ദൈവത്തിന് മുമ്പിൽ വിഷയമല്ല. പരിച്ഛേദനം സ്വീകരിച്ചാലും കൊള്ളാം, പരിച്ഛേദനം സ്വീകരിച്ചില്ലെങ്കിലും കൊള്ളാം, ശരീരത്തിൽ അടയാളം ഉണ്ടാക്കിയാലും കൊള്ളാം, അടയാളം ഇല്ലാതെയായിട്ടായാലും കൊള്ളാം. ഏത് രീതിയിലായാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇതിനൊരു വിലയും ന്യൂ ടെസ്റ്റമെൻ്റ് പ്രകാരം, പുതിയ വിശ്വാസ നിയമം അനുസരിച്ച് ഒരു പ്രാധാന്യവും ദൈവം കാണുന്നില്ല. ദൈവം കാണുന്നത് ദൈവവചനം കേട്ട് അവൻ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്താലുള്ള രക്ഷ അനുഭവിച്ചിട്ടുണ്ടോ, ആ രക്ഷയുടെ സന്തോഷത്തിലും സമാധാനത്തിലാണോ, അങ്ങനെ അവൻ ഒരു പുതിയ സൃഷ്ടിയായിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അവൻ അങ്ങനെ ഒരു പുതിയ സൃഷ്ടിയായിട്ടുണ്ടോ? പുതിയ സൃഷ്ടിയാവുക എന്നുള്ളത് വലിയ കാര്യമാണ്. പുതിയ സൃഷ്ടി ആയാലേ നമുക്ക് കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആലോചന നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. മറ്റെന്തുകൊണ്ടും നമുക്കത് വ്യക്തമാവുന്നില്ല. അവൻ പുതിയ സൃഷ്ടിയാവുക. പുതിയ നിയമത്തിൻ്റെ മക്കളായി മാറിയിട്ടുണ്ടോ? അവനിപ്പോഴും ശാബത്ത് ആചരിക്കുകയാണോ, കടങ്ങൾ ആചരിക്കുകയാണോ, ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആചരിച്ചു പോവുകയാണോ? ഇനി പാരമ്പര്യമായിട്ട് ദൈവം ജെറുസലേം ദേവാലയത്തിൽ മാത്രമുള്ളത്. സോളമൻ പറഞ്ഞ പോലെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ പ്രാർത്ഥന കേട്ട് അവിടുന്ന് ഉത്തരയക്കണമേ എന്ന് പറയുന്ന രീതിയിലുള്ള ചിന്താഗതികൾ വെച്ച് നടത്തുന്നതാണോ? ദൈവത്തിന് മുമ്പിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും ഏത് സാഹചര്യത്തിലായാലും പ്രാർത്ഥന കേൾക്കുന്ന സർവവ്യാപിയായ, സർവശക്തനായ, സർവജ്ഞാനിയായ, സകലത്തിനും മതിയായ, സർവജടത്തിൻ്റെ മേലും അധികാരമുള്ള, ജീവനുള്ള ഒരു ദൈവമുണ്ട്. ഈ ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടുന്ന വ്യക്തിക്കുള്ള പ്രാധാന്യമാണ് പറയുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, അഥവാ ഒരു പുതിയ സൃഷ്ടിയാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു, വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്, നിയമത്തിൻ്റെ ഫലമായിട്ടല്ല. നിയമം, ന്യായപ്രമാണം പള്ളിപുള്ളി തെറ്റാതെ അനുസരിച്ചത് കൊണ്ടൊന്നും അങ്ങനെ ഒരാൾക്കും ദൈവത്തിൻ്റെ മകനാവാൻ സാധ്യമാവില്ല. അങ്ങനെ പ്രവർത്തിച്ച് കാണിച്ചത് ഈ ഭൂമിയിലേക്ക് വന്ന യേശു ക്രിസ്തു മാത്രം. മറ്റൊരുവനും ഒരിക്കലും സാധ്യമല്ല. നാം പലപ്പോഴും പലതിലും വീണു പോകുന്നതെന്ന് യാക്കോബ് പുസ്തകം പറയുന്നു, അല്ലെങ്കിൽ യാക്കോബിലെ നമ്മൾ പറയുന്നു, പലപ്പോഴും നാം പലതിലും വീണു പോകുന്നവരാണ്. ഒന്നിൽ തെറ്റിയാൽ എല്ലാത്തിലും തെറ്റിയെന്ന് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ ഒരിക്കൽ പോലും വീഴ്ച പറ്റാതെ, തെറ്റ് പറ്റാതെ പോയത് നമുക്ക് മാതൃകയായിട്ടുള്ള യേശു കർത്താവ് തന്നെ. അപ്പം ന്യായപ്രമാണം അരച്ചു കുറിച്ച് പഠിച്ച പൗലോസ് അപ്പോസ്തലനും ഒരാളും ഞാനാണ് നീതിമാനെന്ന് പറയാൻ അവകാശപ്പെടാൻ വന്നിട്ടില്ല. അവർക്ക് പോലും ഈ ജീവനുള്ള ദൈവത്തെ ആദ്യമേ തിരിച്ചറിയാൻ സാധിക്കാതെ വന്നു. സത്യത്തെ തിരിച്ചറിയാതെ അവർ
മറ്റു പലതിലും ശ്രദ്ധ വെച്ചു. അപ്പോൾ നാം മനസ്സിലാക്കിയെടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരുവൻ കർത്താവിനാണെന്ന് പറഞ്ഞാൽ അവൻ പുതിയ സൃഷ്ടിയാവുക എന്നതാണ്. മേരിയ വചനം വേണ്ടി വായിച്ചാൽ 6:15 പരിച്ഛേദനം വായിക്കും. 6:15 വായിക്കൂ. പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല പുതിയ സൃഷ്ടി എത്ര കാര്യം. ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന എവർക്കും ദൈവത്തിന്റെ ഇസ്രായേലിലും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ ഇസ്രായേലിന് സമാധാനവും കരുണയും. അപ്പോൾ ഒരു പുതിയ സൃഷ്ടിയായാൽ അവിടെ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, അവൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദൈവത്തിൻ്റെ കരുണ അവന് ലഭിക്കും. ആ കരുണ ലഭിക്കുന്നതിൻ്റെ ഭാഗമാണ് അവന് സമാധാനം ഉണ്ടാവും. അവൻ്റെ ജീവിതം സമാധാനപൂർണ്ണമാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവൻ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാണ്. ക്രിസ്തുവിൽ അവൻ പുതിയതാക്കപ്പെട്ടു. യു മസ്റ്റ് ബി ന്യൂ ക്രിയേഷൻ. നീ പുതിയ സൃഷ്ടിയാകണം. സർക്കംസൈസും അൺസർക്കംസൈസും അവിടെ വിഷയമേ അല്ല എന്നാണ് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്. അത് എബ്രായ ലേഖനത്തിൽ, അല്ലെങ്കിൽ ഹെബ്രായർക്കുള്ള അബ്രാഹത്തിന് കൊടുത്ത ഉടമ്പടി പ്രകാരം അങ്ങനെ ദൈവത്തോട് ചേരുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ ഉടമ്പടി പ്രാപിച്ച് വരുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രയോഗം തുടക്കത്തിൽ ദൈവത്തിൻ്റെ കൂടെയുണ്ട്. അതും ഈ അഗ്രചർമ്മം അവിടെ നിന്നും പറയുന്നത് ഹൃദയത്തിലെ പരിച്ഛേദനം തന്നെയാണ് കർത്താവ് അവിടെ കൊടുത്തതെന്ന് നമ്മൾ മുൻകാലങ്ങൾ കണ്ടു. പക്ഷേ ഹൃദയപരിവർത്തനമല്ല അവർ ചെയ്തത്. അവർ മനസ്സിലാക്കിയത് ഈ അഗ്രചർമ്മത്തിൽ മാത്രം ഊന്നൽ നൽകി, അതാണ് ശരിയെന്നും അതിനേക്കാൾ അപ്പുറത്ത് ഒന്നുമില്ലെന്നുള്ള ആ ഒരു വിശ്വാസത്തിലോട്ടും ആ ഒരു ചിന്താധാരയിലോട്ടും അവർ പോയപ്പോഴാണ് അവർക്ക് പലപ്പോഴും വഴി തെറ്റിപ്പോയത്. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വചനം വായിക്കാം. 2 കൊരിന്ത്യസ് 5 17 വചനം വായിക്കാം. 2 കൊരിന്ത്യസ് 5:17 ഇങ്ങനെ പറയുന്നത് വായിക്കോ. ആരെങ്കിലും ക്രിസ്തുവിലായാൽ അയാൾ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി. കിട്ടിക്ക് വായിക്കി. പഴയത് കടന്നുപോയി. ഇതാ വന്നു. 2 കൊരിന്ത്യസ് 5 17 വചനം. ദൈവം തന്നെ കാരണബോധനായിരിക്കുന്ന അല്ല, നമ്മുടെ ഒരു എപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്, നമ്മുടെ അധ്വാനം നമ്മുടെ പ്രവൃത്തിയല്ല. ഒരേ ഒരു കാര്യം, നമുക്ക് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. അതെന്താണ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം? വിശ്വാസം ഞാൻ പാപിയാണെന്നും ഞാൻ പാപിയായിരിക്കുന്നിടത്തോളം കാലം ദൈവസന്നിധിയിലേക്ക് എത്തിപ്പെടാനോ ജീവനുള്ള ദൈവത്തിൻ്റെ മുഖത്തോട്ട് നോക്കാനോ എനിക്ക് സാധ്യമല്ലെന്നും, എന്നാൽ എൻ്റെ സകല പാപങ്ങളും കാൽവരി കുരിശിൽ യാഗമായിട്ട് എൻ്റെ പാപത്തിന് കാരണക്കാരനാവുന്ന സാത്താൻ്റെ പ്രവൃത്തിയെ നിഷ്കാസനം ചെയ്തു. അവൻ എനിക്കെതിരെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന അധികാരപത്രങ്ങളെയും പ്രമാണങ്ങളെയും നിഷ്കാസനം ചെയ്തു, അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്തു. അങ്ങനെ കുരിശിനാൽ എനിക്ക് യേശു കർത്താവിൻ്റെ കുരിശുമരണത്തോടു കൂടി എനിക്ക് ജയം നേടി തന്നിരിക്കുന്നു. ഞാൻ ഇനി പാപകരമായ അവസ്ഥയിലല്ല, പാപ സ്വഭാവത്തിലും പാപപ്രകൃതിയിലല്ല. ഞാൻ കർത്താവിൻ്റെ സഭയോട് ചേർക്കപ്പെട്ട, ദൈവസഭയോട് ചേർക്കപ്പെട്ട ദൈവത്തിൻ്റെ വിശുദ്ധ ജനമാണ്. ദൈവം പേർ ചൊല്ലി വിളിക്കപ്പെട്ട വിശുദ്ധ ജനമാണ്. വിശുദ്ധരുടെ കൂട്ടായ്മയിലാണ് ഞാൻ പങ്കുചേരുന്നത്. ആ ഒരു ബോധ്യം, അതാണ് നമ്മുടെ വിശ്വാസം. അതാണ് മറിയത്തിന്, യേശു ക്രിസ്തുവിൻ്റെ അമ്മയായിരിക്കുന്ന മറിയത്തിന് ദൈവം കൊടുത്ത വാഗ്ദാനം. ആരാണോ വിശ്വസിക്കുന്നത് അവരിൽ അത് നിവൃത്തിയാവും. ദൈവം കൊടുത്ത വാഗ്ദാനം, പിതാവായ ദൈവം പുത്രൻ ഭൂമിയിൽ വരുന്നതിന് മുൻപ് ഗബ്രിയേൽ മാലാഖ മുഖാന്തരം അറിയിച്ച മംഗളവാർത്ത ഇതായിരുന്നു: അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം പാപവിമോചകൻ, രക്ഷകൻ എന്നാണ്. ആ പ്രവൃത്തി ദൈവം ഗബ്രിയേൽ മാലാഖ മുഖാന്തരം അറിയിച്ചത് മറിയം താഴ്മയുടെ വിനയത്തിൻ്റെ മാതൃക എന്നുകൊണ്ട് സ്വീകരിച്ചെങ്കിൽ, നമ്മളും അത് ഹൃദയപൂർവ്വം സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ആ ഒരു പാപമോചനം ഉണ്ടെന്നുള്ള വിശ്വാസത്തിലോട്ടും ധൈര്യത്തിലോട്ടും നമ്മൾ കടന്നു വരുന്നത്. അവിടെയാണ് ഏറ്റവും വലിയ പ്രാധാന്യം നമ്മളിലേക്ക് വരുന്നത്. വിശ്വാസത്തിൻ്റെ ശക്തി. വിശ്വാസമില്ലാതെ നമുക്ക് ദൈവത്തെ സേവിക്കാനോ ദൈവത്തെ പ്രീതിപ്പെടുത്താനോ നമുക്ക് സാധ്യമല്ല. വിശ്വസിക്കുന്നവൻ ദൈവമുണ്ടെന്നും അവൻ നമുക്ക് പ്രതിഫലം തരുമെന്നും, ആ പ്രതിഫലം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം നമുക്ക് എതിരായി നിൽക്കുന്ന പ്രമാണപത്രങ്ങളെ നീക്കം ചെയ്തിരിക്കുന്നു എന്നുള്ള സത്യമാണെന്ന് തിരിച്ചറിഞ്ഞ്
ആ വിശ്വാസത്തിൽ ബലപ്പെട്ട് വരുമ്പോഴാണ് നമ്മൾ ശക്തി പ്രാപിക്കുക, നമ്മൾ വിജയം പ്രാപിക്കുക. അപ്പോൾ ഒരുവൻ 2 Corinthians 5:17 നമ്മൾ വായിച്ചു, ഒരുവൻ ക്രിസ്തുവിലാണെങ്കിൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അങ്ങനെ പുതിയ സൃഷ്ടിയാകുമ്പോൾ അവൻ യേശുക്രിസ്തുവുമായിട്ട് ആത്മാവിൽ ഒന്നുചേരും. അതാണ് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ നമ്മൾ വഴി നടത്തപ്പെടുന്നവരായിരിക്കണം. കർത്താവുമായി ചേരുന്നവൻ ആത്മാവിൽ അവനുമായിട്ട് ഒന്നായി തീരും. അങ്ങനെ നമ്മൾ 1 Corinthians 6:17 വായിക്കാം. 1 Corinthians 6:17 വായിക്കോ, വായിക്കേ. 17 വചനം. മതി. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായിട്ട് ഏക ആത്മാവാകുന്നു. കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ, അപ്പോൾ അതാണ് പറ്റിച്ചേരുന്നവൻ ദൈവമായിട്ട് ഏക ആത്മാവിൽ വരും, ഒറ്റ ആത്മാവ്. ആ ആത്മാവ് വരുമ്പോൾ നമ്മളെ പിന്നെ വഴി തെറ്റിക്കാനും തെറ്റായ വഴിക്ക് നടത്താനും ഒന്നുമില്ല. ദൈവത്തിൻ്റെ ഹിതമാണ് നമ്മുടെയും ഹിതം. ദൈവത്തിൻ്റെ ആലോചനയാണ് നമ്മുടെ ആലോചനയായിട്ട് പോകുന്നത്. ദൈവമാണ് നമ്മുടെ കാലടികളെ നിയന്ത്രിക്കുന്നതും ചുവടുകളെ മുന്നോട്ട് നടത്തുന്നതും. അപ്പോൾ അതുകൊണ്ട് കർത്താവുമായി ചേരുന്നവൻ അവൻ്റെ ആത്മാവുമായിട്ട് ഒന്നായിത്തീരും. അതിവിടെ ആത്മാവായിട്ട് തീരണം. അതിക്ക് മുന്നേ പൗലോസ് അപ്പോസ്തലൻ നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. അത് ഒന്നും കൂടി മനസ്സിലാവണമെങ്കിൽ നമുക്ക് പറഞ്ഞു തരുന്നത് അതിൽ തന്നെ 16 വചനം വായിച്ചേക്കാൻ. അപ്പോൾ ചോദിക്കുകയാണ്, വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവരുമായിട്ട് എന്താവും? ഏക ശരീരം. വേശ്യയോട് പറ്റിച്ചേരുമ്പോൾ അവരായിട്ട് ഏക ശരീരമായിട്ടാണ് മാറുന്നത് അവർ രണ്ടുപേരും. എന്നാൽ ക്രിസ്തുവിനോട് പറ്റിച്ചേരുന്നവൻ ഏക ആത്മാവായിട്ട് മാറും. നമ്മൾ നോക്കണേ, ഈ വ്യത്യാസം എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് തരിക. വേശ്യയോട് പറ്റിച്ചേരുന്നവൻ ഒരു ശരീരമായിട്ട്, അവർ രണ്ടുപേരും ഒരു ശരീരമായി തരും. നമുക്കിവിടെ ഒന്നായി തീരേണ്ടത് എങ്ങനെയാണ്? ആത്മാവിൽ നമ്മൾ ഒന്നായി തീർന്നാലാണ് ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ശരീരത്തിലെ അവയവങ്ങളായിട്ട് നമ്മൾ പിന്നെ മാറുന്നത്, ദൈവസഭയുടെ അംഗങ്ങളായി നമ്മൾ മാറുന്നത്. അങ്ങനെ ഒരേ ആത്മാവിൽ പങ്കുചേരുന്നവരായിട്ട്, അങ്ങനെ കർത്താവിൻ്റെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്നവരായിട്ട് നമ്മൾ മാറുകയും അങ്ങനെ കർത്താവിൽ വിശുദ്ധ ജീവിതം നയിക്കുന്നവരായിട്ട് നമ്മൾ മാറുകയും ചെയ്യും. അതാണ് പറഞ്ഞത്, ആരെങ്കിലും ക്രിസ്തുവിലാണെങ്കിൽ അയാൾ എന്തായി? പുതിയ സൃഷ്ടിയായി. കാരണം അവൻ്റെ ആത്മാവ് ആരാത്മാവായിട്ട് കൂടിച്ചേർന്നു? യേശുക്രിസ്തുവിൻ്റെ ആത്മാവുമായിട്ട് കൂടിച്ചേരുന്നു. ആ യേശുക്രിസ്തുവിൻ്റെ ഹിതം നിറവേറ്റുന്നവനായിട്ട് നമ്മൾ മാറും. അത് നമ്മൾ തിരിച്ചറിയണം. അതായത് therefore if anyone is in Christ he is a new creation. ആരെങ്കിലും ക്രൈസ്റ്റിലാണെങ്കിൽ he is a new creation. All things have passed away. പഴയ കാര്യങ്ങളൊക്കെ കടന്നുപോയി, പഴയത് കടന്നുപോയി, പുതിയത് വന്നു. അതാണ് നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. പുതിയത് വരില്ലാണ് ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്നത്. കാരണം പഴയ പാപങ്ങൾ വെച്ച്, പഴയ സാത്താനിക പ്രകൃതി വെച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവൻ ക്രിസ്തുവായിട്ട് യാതൊരു ബന്ധമില്ല, ക്രിസ്തുവിൻ്റെ ആത്മാവായിട്ട് ബന്ധമില്ല, ക്രിസ്തുവിൻ്റെ കരുണയിലോ ക്രിസ്തുവിൻ്റെ കൃപയിലോ അല്ലെങ്കിൽ ക്രിസ്തുവായിട്ടുള്ള ഒരു സ്നേഹത്തിലോ ഒന്നും ആവുന്നില്ല. ദയ, കരുണ, സ്നേഹം ഇതൊക്കെ ദൈവത്തിൽ നിന്ന് നമുക്ക് വരുന്നതാണ്. അത് നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമ്മൾ മുഖാന്തരം മറ്റുള്ളവർക്കും ആ സ്നേഹം പകർന്നു കൊടുക്കുന്നവരായിട്ട് നമ്മൾ മാറുന്നത്. അങ്ങനെ തന്നെ വരണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പുതിയ സൃഷ്ടിയാവാണ്. ആ പുതിയ സൃഷ്ടിയാകുമ്പോൾ പഴയത് എന്തായിരുന്നു എന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം. പഴയ കാലഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെ കടന്നുപോയി അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മൾ എഫെസോസുകാർക്ക് ലേഖനം 4 അധ്യായത്തിൽ നമ്മൾ വായിക്കാം. 4 അധ്യായത്തിൽ അല്ലെങ്കിൽ അതിക്ക് മുന്നേ നമുക്ക് വായിക്കാം. 2 അധ്യായം വായിക്കാം. എഫെഷ്യൻസ് 2 അധ്യായത്തിൽ 1 മുതൽ വായിക്കാം. അപ്പോഴാണ് നമുക്കതൊന്നുകൂടി ക്ലിയർ ആവും നമ്മൾ എന്തായിരുന്നു അത് നമ്മളൊന്ന് തിരിച്ചറിയാണ്. എഫെഷ്യൻസ് 2 അധ്യായം എടുത്തോ. എഫെഷ്യൻസ് 2 അപ്പം അതാണ് ഒരു മിനിറ്റ്. ഇതാണ് അകൃത്യങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. അപ്പം നമ്മുടെ പഴയ അവസ്ഥ അകൃത്യങ്ങളാലും പാപങ്ങളാലും നമ്മൾ എന്തായിരുന്നു? മർത്യരായിരുന്നു. പാപമുള്ള ദേഹി മരിച്ചതാണ്. ആ മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മളെ വീണ്ടെടുത്തു. അകൃത്യങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെ ദൈവം വീണ്ടെടുത്തു. പിന്നെ തുറന്ന് വായിക്കേ.
ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ അധികാരത്തിലും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിപ്പിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം അതാ. നമ്മളെങ്ങനെയാണ് മുൻകാലങ്ങളിൽ ജീവിച്ചിരുന്നത് നമ്മൾ നന്നായിട്ട് അറിഞ്ഞാലാണ് നമുക്ക് വന്നിരിക്കുന്ന മാറ്റത്തെക്കുറിച്ച് നമുക്ക് തന്നെ ബോധ്യം വരിക. അതിക്രമങ്ങളാലും പാപങ്ങളാലും പരിച്ഛേദരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ഇല്ലേ? പരിച്ഛേദനല്ല, മരിച്ചവരായിരുന്നു നിങ്ങൾ. അതിക്രമ പാപങ്ങളൊക്കെ മരിച്ചു പോയിരുന്ന മരിച്ചവരാണ് നമ്മൾ. പാപം ചെയ്ത ദേഹി മരിക്കും നമ്മൾ പറഞ്ഞു. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അറിയാം, ആകാശത്തിലെ അധികാരി എന്ന് പറഞ്ഞ ആരാമേര്? ആകാശത്തിലെ അധികാരി. അപ്പം അതിനകത്ത് കുഴപ്പമില്ല. ആകാശത്തിലെ അധികാരിനെ അനുവദിച്ച് നമ്മൾ അനുസരിച്ച് നടക്കുന്നല്ലേ വേണ്ടേ കർത്താവിനെ? അപ്പം അങ്ങനെ നടന്നു എന്നാണ് പറയുന്നത്. ശരിയല്ല? അപ്പോൾ ശരിയാണോ? അവയിൽ നിങ്ങൾ മുൻപ് ഈ ലോകത്തിൻ്റെ കാലഗതിയെയും, മാത്രമല്ല ആകാശത്തിലെ അധികാരി മാത്രമല്ല, ഈ ലോകത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നടന്നു. ആകാശത്തിലെ അധികാരിനനുസരിച്ച് നടന്നു പറഞ്ഞാൽ ആകാശത്തിലെ അധികാരി കർത്താവല്ല. അത് നമ്മൾ അതൊന്ന് വേണമെങ്കിൽ ഇതിൽ തന്നെ 6-ാമത്തെ അധ്യായം വായിക്കാം. മേരിയ 6 വായിക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. 6 നമ്മൾ വായിക്കുന്ന 10-ാമത്തെ വചനം പോരാ, ഞാൻ ഒന്നിനും വായിക്കാം. 12-ാമത്തെ വചനം വായിക്കി. ജനരക്തങ്ങളോടല്ല, അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സർവ്വലോകങ്ങളിലെ ദുഷ്ടാത്മ സേവനയോടും അത്രേ. അപ്പം നമ്മൾ ഇവിടുന്ന് താഴ്ത്തു നിന്ന് മേപ്പോട്ട് നോക്കുമ്പോൾ കാണുന്ന ആകാശം അത് സാത്താൻ്റെ കളിക്കളാണ്. അല്ലാണ്ട് അത് ഒരിക്കലും കർത്താവിൻ്റെ സ്ഥലമല്ല. മനസ്സിലായല്ലോ? അതുകൊണ്ടല്ലേ ദാനിയേലൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരവിക്കാൻ ഉത്തരം തടഞ്ഞു വയ്ക്കാനൊക്കെ അവന് സാധിച്ചത്. ആകാശം നമ്മൾ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ പറയില്ല, ഇതാ കുറ്റമറ്റവൻ, നിഷ്കളൻ, പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവൻ, ആകാശങ്ങളുടെ മീതെ കടന്നു പോയവൻ. പിന്നെ ഉണ്ടോ, ആകാശങ്ങളിൽ അവൻ നിൽക്കുന്നില്ല. ആകാശങ്ങളുടെ മീതെ കടന്നു പോകുന്ന ആ 1, 2, 3 സ്വർഗം, 1-ാം സ്വർഗം കഴിഞ്ഞ് 2-ാം സ്വർഗം കഴിഞ്ഞ് 3-ാം സ്വർഗത്തിലേക്കൊക്കെ എത്തുന്ന അവസ്ഥ വരണം. അപ്പോൾ ആകാശത്തിലെ ദുരമാവും നമ്മളിവിടുന്ന് കാണുന്ന മേഖലയിൽ നമ്മൾ വിചാരിക്കുന്ന കർത്താവ് അല്ല, അത് ദുഷ്ടാത്മസേനകളുടെ കേന്ദ്രമാണ്. അതാണ് ഇവിടെ പറയുന്നത്, അന്ധകാരത്തിലെ ശക്തി. അപ്പോൾ നമ്മൾ വീണ്ടും എഫേഷ്യൻസ് 2-ാം അധ്യായത്തിലേക്ക് വരിക. എഫേഷ്യൻസ് 2-ാം അധ്യായത്തിൽ 2-ാമത്തെ വചനം വായിക്കാം. ഒന്നുകൂടെ വായിക്കാം. ആകാശത്തിലെ അധികാരത്തിലും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അതെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ രാജാവിന്, ഈ ലോകത്തിന്റെ ഭരണത്തിന്, സാത്താനിക ശക്തിയെ അല്ലെങ്കിൽ സാത്താനെ തന്നെ ദൈവത്തെ അറിയാത്ത കാലത്ത് നമ്മൾ അനുസരിച്ച് നടന്നു. അതാണ് സംഭവിച്ചത്. അങ്ങനെ ഒരു ജീവിതം നമുക്കുണ്ടായിരുന്നു നമ്മൾ സമ്മതിക്കുമ്പോഴാണ് പുതിയ ജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ വരിക. നമുക്കുണ്ടായ ജീവിതം ഈ ലോകത്തിലെ ദുരാത്മസേനകൾ, അന്തരീക്ഷ ശക്തികൾ, അതുപോലെ തന്നെ ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേണ്ട മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അപ്പോൾ സാത്താനെയാണ് കർത്താവിനെ അറിയുന്നതിനൊപ്പാട് നമ്മൾ അനുസരിച്ച് നടന്നിരുന്നതെന്നർത്ഥം. അത് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റുമ്പോഴത്താണ് നമ്മൾ ശരിയും തെറ്റും തിരിച്ചറിയണം. അല്ല, ഞങ്ങൾ ദൈവത്തിൽ തന്നെയായിരുന്നു എന്ന് പറയുന്നവർക്ക് ശരിയായിട്ടുള്ള ദൈവിക ചിന്ത വരുന്നില്ല. എല്ലായ്പ്പോഴും മനുഷ്യരുടെ ആഗ്രഹം ഞങ്ങളൊക്കെ എപ്പോഴും ദൈവത്തിൻ്റെ കൂടെയാണെന്ന് അങ്ങനെ ഒരു മൂഢമായ വിശ്വാസത്തിൽ പോവാം. എന്നാൽ ദൈവത്തിൽ പറയുന്ന പോലെ മനുഷ്യരുടെ മുമ്പിൽ ഉത്കൃഷ്ടമായത് ദൈവത്തിൻ്റെ മുമ്പിൽ നികൃഷ്ടമാണ്. നമ്മൾ ലൂക്കോസ് വിശേഷം 16-ാം അധ്യായത്തിലൊക്കെ അത് കാണുന്നുണ്ട്. മനുഷ്യരുടെ മുമ്പിൽ ഭയങ്കര നല്ല നല്ല കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നും. എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ അത് മ്ലേച്ഛമാണ്. എന്ന പോലെ ഈ ലോകത്തിൽ നമ്മൾ പലതും കർത്താവെ എന്നൊക്കെ വിളിച്ച് നടക്കുമ്പോൾ കർത്താവ് പറയുന്നില്ലേ, ഞാൻ നിങ്ങളെ അറിയുക പോലും ചെയ്യുന്നില്ല. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് എൻ്റെ മക്കൾ
അപ്പോൾ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റണമെങ്കിൽ പിതാവും പുത്രനും എന്താണെന്നൊക്കെ നമ്മൾ അറിയണം. ഇതൊന്നും അറിയാതെ നമ്മൾ വിളിച്ചിങ്ങനെ അപേക്ഷിച്ചത് കൊണ്ട്, പ്രാർത്ഥിച്ചത് കൊണ്ട് യാതൊരു ഫലവും ദൈവസംഭാഗം നമുക്ക് ലഭിക്കുന്നില്ല. അത് ഇപ്പോൾ കർത്താവിന് വിളിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ദൈവത്തിൻ്റെ മക്കളാവില്ല എന്ന് നമ്മൾ തിരിച്ചറിയാം. ദൈവത്തിൻ്റെ മക്കളാവണമെങ്കിൽ ദൈവവചനത്തിൽ പറഞ്ഞ പോലെ ഉള്ള വിശ്വാസ സംഹിതയിലേക്ക് നമ്മൾ വരണം. അല്ല പിന്നെ ഈ ദൈവവചനത്തിൻ്റെ പ്രാധാന്യമില്ല. ദൈവവചനത്തിൻ്റെ പ്രാധാന്യം നമുക്ക് തരുന്നത് എന്താണോ നമ്മൾ ജീവിതത്തിൽ മുൻനിർത്തി ഇനി നടത്തേണ്ടത്, നടപ്പിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടത് തിരിച്ചറിയാൻ വേണ്ടിയ ഈ പുസ്തകം നമുക്ക് എഴുതി തന്നേക്കണം. പരിശുദ്ധാത്മാവ് അതിൻ്റെ ശരിക്കും അതിൻ്റെ ഗ്രന്ഥകർത്താവായിട്ട് നമുക്ക് കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നത്. അപ്പോൾ അങ്ങനെ ഒരവസ്ഥയിൽ നിന്ന് നമ്മൾ മാറിപ്പോന്നിരിക്കുന്നു. അതാ പറഞ്ഞത്. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ അവരുടെ ഇടയിൽ നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. മൂന്നാമത്തെ നമ്മുടെ ജഡമോഹം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു മോഹം മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ലോകത്തിൽ പല പല കാര്യങ്ങളുണ്ട്. നമ്മൾ ആഗ്രഹിക്കാത്ത പോലെ കാര്യങ്ങളും നമ്മളെ കൊണ്ടെത്തിക്കുന്ന കാര്യങ്ങളുണ്ട്. പുതിയ കാണുമ്പോൾ ഈ ലോകത്തിലുണ്ടാകുന്ന സാത്താൻ കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ പരീക്ഷയിൽ പറഞ്ഞില്ലേ, നീ ഈ എന്നെ ഒന്ന് കുമ്പിട്ട് ആരാധിച്ചാൽ ഈ ലോകം മുഴുവൻ എനിക്ക് തരാം, ഈ ഭൂമിയെ മുഴുവൻ നിനക്ക് അവകാശമാക്കി തരാം എന്നൊക്കെയാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്. സാത്താൻ എപ്പോഴും മനുഷ്യരെ ആരാധന ആഗ്രഹിച്ചു പോന്നിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതൊക്കെ ദൈവത്തിനാണ് എന്ന പോലെ വീണു പോകുന്നത് നമ്മൾ മുൻകാലങ്ങളിൽ ഈ ഇരുട്ടിൻ്റെ ശക്തിയുടെ കീഴിലായിരുന്നു. അതുകൊണ്ട് പറയുന്നത് നമ്മൾ 3-ാമത്തെ വചനം വായിക്കുക. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തു. അല്ലാണ്ട നമ്മുടെ ശരീരത്തിൻ്റെ ഇഷ്ടം എന്താണോ, നമ്മുടെ മനസ്സ് എന്ത് പറയുന്നോ അതുപോലെ നമ്മളോട് ചെയ്തു. ഇന്ന് നമുക്ക് അങ്ങനെ പറ്റില്ല. കാരണം വി ആർ എ ന്യൂ ക്രിയേഷൻ. നമ്മളൊരു പുതിയ സൃഷ്ടിയായി തീർന്നു. നമ്മൾ ക്രിസ്തുവിൽ ഇന്ന് പുതിയ സൃഷ്ടിയാണ്. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായതുകൊണ്ട് പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നിരിക്കുന്നു. അതുകൊണ്ട് വി ഹാവ് സർട്ടൺ ലിമിറ്റേഷൻസ്. നമുക്ക് ചില പരിമിതികളുണ്ട്. ഇതൊരു വേർപെട്ട ജനതയാണ്, വേർപെട്ട വിശ്വാസ സമൂഹമാണ്. ലോകത്തിലെ